ഹായ് മൈ ഡിയർ സ്റ്റുഡൻസ്, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നില്ലേ? ഓക്കെ. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ 9th സ്റ്റാൻഡേർഡിലെ ഫസ്റ്റ് ചാപ്റ്ററായ പെയേഴ്സ് ഓഫ് ഇക്വേഷനിലെ കുറച്ച് പ്രോബ്ലംസ് ഒക്കെ ചെയ്തു. ഇന്ന് നമുക്ക് അതേ ചാപ്റ്ററിലെ ഫസ്റ്റ് എക്സസൈസിലെ കുറച്ച് പ്രോബ്ലംസ് ചെയ്ത് നോക്കാം. ഓക്കെ. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് പ്രോബ്ലം ഇതാണ്. പ്രിയ ബോട്ട് എ ബാഗ് ആൻഡ് എ പെയർ ഓഫ് സ്ലിപ്പേഴ്സ് for 1,100 rupees. The bag cost 300 rupees more than the slippers. What is the price of the slipper and the price of the bag? അപ്പോൾ ക്വസ്റ്റ്യൻ നമ്മളൊരു 2-3 വട്ടം വായിച്ച് നോക്കാം. അപ്പോൾ ഇതിലെന്താ പറയുന്നത്? പ്രിയ ഒരു ബാഗ് വാങ്ങിച്ചു, അതുപോലെ പെയർസ് ഓഫ് സ്ലിപ്പേഴ്സ്, ഒരു പെയർ ചെരുപ്പും വാങ്ങിച്ചു. എത്ര രൂപയ്ക്കാണ്? 1,100 രൂപയ്ക്കാണ് വാങ്ങിച്ചത്. The bag cost 300 rupees more than the slippers. എന്താ അതിൻ്റെ അർത്ഥം? ബാഗിൻ്റെ വില സ്ലിപ്പറിൻ്റെ വിലയേക്കാളും 300 രൂപ കൂടുതലാണ്. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ബാഗിന് ഒരു 500 രൂപയാണെന്ന് വെച്ചാൽ, ചെരുപ്പിന് ഒരു 500 രൂപയാണെന്ന് വെച്ചാൽ ബാഗിന് എത്രയായിരിക്കും? അതിനേക്കാൾ ഒരു 300 രൂപ കൂടുതൽ. 500 + 300 800 രൂപ, 800 rupees അങ്ങനെ. ഓക്കെ. ഇനി വാട്ട് ഈസ് ദ പ്രൈസ് ഓഫ് ദ സ്ലിപ്പർ ആൻഡ് പ്രൈസ് ഓഫ് ദ ബാഗ്? നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത് എന്താണ്? ബാഗിൻ്റെയും ഈ സ്ലിപ്പറിൻ്റെയും പ്രൈസാണ് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്കിത് എങ്ങനെ കണ്ടുപിടിക്കാം? സപ്പോസ് നമുക്ക് ബാഗിൻ്റെയും അതുപോലെ സ്ലിപ്പറിൻ്റെയും പ്രൈസ് സെപ്പറേറ്റ് ഒന്നും അറിയില്ല. അപ്പോൾ നമ്മളതിന് എക്സ് ആൻഡ് വൈ എടുത്ത് നമുക്ക് ഈ പ്രോബ്ലം ചെയ്ത് നോക്കാം. അപ്പോൾ നമുക്ക് ആദ്യം എന്ത് ചെയ്യാം? ബാഗ് പ്രൈസ് ഓഫ് ബാഗ് ഇസ് ഈക്വൽ ടു എക്സ് എന്നെടുക്കാം. ഓക്കെ. നെക്സ്റ്റ് പ്രൈസ് ഓഫ് സ്ലിപ്പർ ഈക്വൽ ടു നമുക്ക് വൈ എന്നെടുക്കാം. ഓക്കെ. അപ്പോൾ നമ്മൾ ബാഗിൻ്റെ പ്രൈസിന് എക്സ് എന്നും അതുപോലെ സ്ലിപ്പറിൻ്റെ പ്രൈസിന് വൈ എന്നും കൺസിഡർ ചെയ്യണം. അടുത്ത സ്റ്റെപ്പിൽ നമ്മൾ എന്ത് ചെയ്യണം? ഈ പറഞ്ഞിരിക്കുന്ന സെൻറ്റൻസുകളെ നമ്മൾ ഇക്വേഷനാക്കി എഴുതിയാൽ മതി. ഫോർ എക്സാമ്പിൾ, ഫസ്റ്റ് പെയർ ഓഫ് സ്ലിപ്പേഴ്സ് എത്രയാണ്? സ്ലിപ്പേഴ്സിൻ്റെയും അതുപോലെ ബാഗിൻ്റെയും ടോട്ടൽ സമ്മാണ് അവിടെ തന്നിരിക്കുന്നത് അല്ലേ? അതെത്രയാണ്? എക്സ് പ്ലസ് വൈ. അത് നമുക്ക് തന്നിരിക്കുന്നത് 1,100 1100 അല്ലേ? 1100 അങ്ങനെ തന്നെ നമ്മൾ എഴുതി. അപ്പോൾ ബാഗിൻ്റെയും സ്ലിപ്പറിൻ്റെയും പൈസയുടെ തുക ടോട്ടൽ സമ്മാണ് ഇത് 1,100. അടുത്ത സ്റ്റെപ്പിൽ അവർ പറഞ്ഞിരിക്കുന്ന ബാഗ് കോസ്റ്റ് 300 rupees മോർ ദാൻ ദ സ്ലിപ്പേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താ? സ്ലിപ്പറിൻ്റെ വിലയുടെ കൂടെ 300 കൂട്ടിയാലാണ് നമുക്ക് എന്ത് കിട്ടുക? ഒരു ബാഗിൻ്റെ വില കിട്ടുക. അപ്പോൾ നമുക്കത് എങ്ങനെ എഴുതാം? ഏതാണ് ഇതിൽ നമ്മുടെ സ്ലിപ്പറിൻ്റെ വില? വൈ പ്ലസ് 300 ചെയ്താൽ അല്ലേ? വൈ ആണ് നമ്മുടെ സ്ലിപ്പറിൻ്റെ വില, നമ്മളങ്ങനെയാണ് എടുത്തിരിക്കുന്നത്. അതിൻ്റെ കൂടെ 300 ആഡ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? ബാഗിൻ്റെ വില കിട്ടും. ബാഗിൻ്റെ വില നമ്മൾ എന്തായിട്ട് അവിടെ എടുത്തിരിക്കുന്നത്? എക്സ് ആയിട്ടാണ് എടുത്തിരിക്കുന്നത്. നമുക്കിവിടെ ഇങ്ങനെ ഇട്ട് കൊടുത്തൂടെ? അതായത് സ്ലിപ്പറിൻ്റെ വിലയുടെ കൂടെ 300 കൂട്ടിയാൽ നമുക്ക് ബാഗിൻ്റെ വില കിട്ടും. നമുക്ക് വേറൊരു ഇക്വേഷൻ കിട്ടി. ഓക്കെ. അപ്പോൾ ഇതിൽ നോക്കൂ, വൈ പ്ലസ് 300 ഇസ് ഈക്വൽ ടു എക്സ് അല്ലേ? അപ്പോൾ ഈ ഇക്വേഷൻ നമ്മൾ 1 എന്ന് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ഇത് എക്സിൻ്റെ വാല്യൂ അല്ലേ? അതായത് ഇതിന് ഇങ്ങനെ എഴുതിയുടെ എക്സ് ഇസ് ഈക്വൽ ടു വൈ പ്ലസ് 300. അപ്പോൾ നമുക്ക് ഈ എക്സ് ഈക്വൽ ടു വൈ പ്ലസ് 300 എന്ന് പറയുന്ന വാല്യൂ ഈ എക്സിൻ്റെ പൊസിഷനിലിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തൂടെ? അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഈ ഇക്വേഷൻ 1ൻ്റെ അവിടെ ഈ എക്സിന് പകരം ഞാൻ വൈ പ്ലസ് 300 എന്ന് കൊടുക്കുകയാണ്. അപ്പോൾ ഇവിടെ ഞാൻ വൈ പ്ലസ് 300 എന്ന് കൊടുക്കുകയാണ്. വൈ പ്ലസ് 300. ഈ വൈ അതുപോലെ തന്നെ എഴുതാം, മാറ്റമൊന്നുമില്ല. ഈക്വൽ ടു 1,100. ഇനി നമ്മളിതിന് സോൾവ് ചെയ്യാം. അപ്പോൾ നമുക്കിതിന് വൈയുടെ വാല്യൂ കണ്ടുപിടിക്കാം. പല മെത്തേഡിലൂടെ നമുക്ക് ചെയ്യാം. ഇത് കുറച്ചുകൂടി ഈസി മെത്തേഡാണ്. അപ്പോൾ നിങ്ങൾക്ക് ക്യാൻസൽ ചെയ്യേണ്ട ആവശ്യമൊന്നും വരുന്നില്ല. നമ്മൾ കഴിഞ്ഞ പ്രോബ്ലത്തിൽ ചെയ്ത പോലെയൊന്നും. ഇത് സിമ്പിളായിട്ട് നമ്മൾ ഡയറക്റ്റ് ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത വൈയുടെ വാല്യൂ കിട്ടും. ഇതിൽ ഏതിലെങ്കിലും ഒന്ന് ഈ ഇക്വേഷനിൽ തിരിച്ച് നമ്മൾ കിട്ടിയ വൈയുടെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് എക്സിൻ്റെ വാല്യൂ കിട്ടുകയും ചെയ്യും. ഓക്കെ. അപ്പോൾ നമുക്ക് ഇതിൽ സോൾവ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? വൈ പ്ലസ് വൈ 2y അല്ലേ? പ്ലസ് 300 ഈക്വൽ ടു 1,100. ദെൻ 2y ഇസ് ഈക്വൽ ടു, നമ്മൾ പറഞ്ഞിരുന്നു ലെഫ്റ്റ് ഹാൻഡ് സൈഡിലുള്ള വേരിയബിളിൻ്റെ ടേംസ് ഒക്കെ അവിടെ നിർത്തി ബാക്കിയെല്ലാം അവിടെ കൊണ്ടുപോയി റൈറ്റ് ഹാൻഡ് സൈഡിൽ കൊണ്ടുപോയി സോൾവ് ചെയ്യണമെന്ന്.
ഇവിടെ സോൾവ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? ബൈ -300. 2y is equal to മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 800. ഇനി y is equal to 800 by 2, that is equal to 400. അപ്പോൾ 400 ആണ് നമുക്ക് എന്ത് കിട്ടുന്നത്? വൈയുടെ വാല്യൂ. y എന്ന് പറഞ്ഞാൽ എന്താ? പ്രൈസ് ഓഫ് സ്ലിപ്പർ. അപ്പോൾ പ്രൈസ് ഓഫ് സ്ലിപ്പർ y is equal to നമുക്ക് 400 എന്ന് കിട്ടി. ഇനി അടുത്ത് നമുക്ക് എന്താ കണ്ടുപിടിക്കുന്നത്? ബാഗിൻ്റെ പൈസ. അപ്പോൾ പ്രൈസ് ഓഫ് ബാഗ്, അത് നമ്മുടെ എക്സ് അല്ലേ? എക്സ് കാണാൻ നമുക്ക് എന്ത് ചെയ്താൽ മതി? എക്സ് കാണാൻ ഒന്നെങ്കിൽ ഈ 1100 നമുക്ക് കിട്ടി വൈയുടെ വാല്യൂ കുറച്ചാൽ മതി അല്ലേ? അല്ലെങ്കിൽ നമുക്ക് മനസ്സിലാലോചിച്ചാൽ കിട്ടാവുന്നേ ഉള്ളൂ അല്ലേ? മൈനസ് ചെയ്താൽ കിട്ടും. ഈ 1100 നമുക്ക് എന്ത് ചെയ്താൽ മതി? ഈ സ്ലിപ്പറിൻ്റെ വാല്യൂ കുറച്ച് ബാക്കിയുള്ളതല്ലേ നമ്മുടെ ബാഗിൻ്റെ വില. അല്ലെങ്കിൽ സ്ലിപ്പറിൻ്റെ വിലയുടെ കൂടെ ഒരു 300 കൂട്ടി കൊടുത്താലും മതി. നമ്മൾ അങ്ങനെയാണല്ലോ അവർ പറഞ്ഞിരിക്കുന്നത്. സ്ലിപ്പറിൻ്റെ വിലയേക്കാളും 300 രൂപ കൂടുതലാണ് ബാഗിനെന്ന്. അപ്പോൾ നമുക്ക് സ്ലിപ്പറിൻ്റെ വില കിട്ടി. സ്ലിപ്പറിൻ്റെ വില എത്രയാണ്? 400. ആ 400ൻ്റെ കൂടെ +300 ചെയ്യാം. അപ്പോൾ 700. അതാണ് എന്ത്? എക്സ് അല്ലെങ്കിൽ ബാഗിൻ്റെ വില. ഓക്കെ, പ്രൈസ് ഓഫ് ബാഗ് എന്ത് കിട്ടി? 700 rupees. അല്ലെങ്കിൽ ഇക്വേഷനിലിട്ട് നമുക്ക് എന്ത് ചെയ്താലും മതി? എക്സ് ഈക്വൽ ടു 1100 മൈനസ് 5. അതായത് എക്സ് ഇസ് ഈക്വൽ ടു 1100 മൈനസ് നമുക്കിപ്പോൾ വൈയുടെ വാല്യൂ കിട്ടിയില്ല ഇവിടെ, അത് മൈനസ് ചെയ്താലും മതി. എക്സ് ഈക്വൽ ടു നിങ്ങൾക്ക് 1700 മൈനസ് 400 എന്ത് കിട്ടും? 700. അങ്ങനെയും കണ്ടുപിടിക്കാം. ഓക്കെ, അപ്പോൾ ഇത് വളരെ സിമ്പിളായിട്ടുള്ളൊരു പ്രോബ്ലമാണ്. എല്ലാവരും ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പോൾ നമുക്കിനി എക്സസൈസിലെ സെക്കൻഡ് പ്രോബ്ലം നോക്കാം. ഓക്കെ, സെക്കൻഡ് പ്രോബ്ലം, ദ സം ഓഫ് two numbers is 26 and their difference is 4. What are the numbers? അപ്പോൾ രണ്ട് നമ്പേഴ്സിനെയാണ് നമുക്കിവിടെ കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ അവർ പറഞ്ഞിരിക്കുന്നത് ആ രണ്ട് നമ്പേഴ്സിൻ്റെ സം 26, ഡിഫറൻസ് 4. അപ്പോൾ രണ്ട് നമ്പേഴ്സിനെ നമുക്ക് കണ്ടുപിടിക്കണം. നമുക്ക് ആ രണ്ട് നമ്പേഴ്സിനെയാണ് എക്സും വൈയും ആയിട്ട് എടുക്കേണ്ടത്. അപ്പോൾ ഒരു നമ്പറിനെ നമ്മൾ എക്സ് ആയിട്ടും മറ്റേ നമ്പറിനെ നമ്മൾ വൈ ആയിട്ടും എടുക്കുകയാണ്. ഓക്കെ, ലെറ്റ് നമ്പേഴ്സ് ബി എക്സ് ആൻഡ് വൈ. അപ്പോൾ നമ്മൾ എക്സും വൈയും ആയിട്ട് നമ്പേഴ്സിനെ കൺസിഡർ ചെയ്തു. അടുത്തത് സം ഓഫ് ടു നമ്പേഴ്സ് ഇസ് 26. Sum of two numbers is 26. Please underline that sentence. Okay, sum of two numbers is 26. Sum of two numbers. So x ആണ് നമ്മുടെ ഒരു നമ്പർ പ്ലസ് സം അല്ലേ, y ആണ് നമ്മുടെ അടുത്ത നമ്പർ. ഇതിൻ്റെ സം എന്ന് പറയുന്നതാണ് എത്ര? 26. മനസ്സിലായല്ലോ? ഇത് ഇക്വേഷൻ നമ്പർ 1. അടുത്തത് നെക്സ്റ്റ് സെൻറ്റൻസ്, difference is 4. Their difference is 4. അവരുടെ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? മൈനസ് അല്ലേ? ഡിഫറൻസസ് 4. നമുക്ക് സെക്കൻഡ് ഇക്വേഷൻ കിട്ടി. ഇനി രണ്ട് ഇക്വേഷൻ ജസ്റ്റ് സിമ്പിളായിട്ട് നമുക്ക് സോൾവ് ചെയ്യാവുന്നേ ഉള്ളൂ. ഇത് വളരെ സിമ്പിളായിട്ടൊരു പ്രോബ്ലമാണ്. എങ്ങനെ സോൾവ് ചെയ്യാറ്? നമ്മൾ രണ്ട് ഇക്വേഷൻ എടുക്കുന്നു, നമ്മൾ ഇക്വേഷൻസ് തമ്മിൽ എന്ത് ചെയ്യുന്നു? ആഡ് ചെയ്യുന്നു അല്ലേ? അപ്പോൾ എക്സ് പ്ലസ് എക്സ് ചെയ്യുമ്പോൾ 2x. ഇവിടെ ഒരു പ്ലസ് എക്സും ഇവിടെ ഒരു മൈനസ് വൈ ആണ്. അത് പ്ലസ് ചെയ്യുമ്പോൾ ക്യാൻസൽ ചെയ്ത് പോകും അല്ലേ? ഒരു പ്ലസും മൈനസും ആകുമ്പോൾ. ഓക്കെ, അപ്പോൾ അത് 0 ആയി. ഇനി ഇത് ആഡ് ചെയ്യുമ്പോൾ എത്രയാവും? 26 + 4 30. ഇക്വേഷൻ സോൾവ് ചെയ്യാനൊക്കെ നമ്മൾ കഴിഞ്ഞ പ്രോബ്ലത്തിലൊക്കെ വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ വീഡിയോ കാണാത്തവർ അത് കണ്ട് അതിൽ നിന്ന് എങ്ങനെയാണ് ഇങ്ങനെ സോൾവ് ചെയ്യുന്നതെന്ന് മനസ്സിലാക്കുക. ഓക്കെ, ഇത് സിമ്പിളായിട്ട് നമുക്ക് ഇങ്ങനെ സോൾവ് ചെയ്യാം. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? 2x = 30 എന്ന് കിട്ടി. ഓക്കെ, x = ഈ രണ്ട് അങ്ങോട്ട് കൊണ്ടുപോവാം. ഇവിടെ ഇൻറ്റു ആയിട്ടാണ് കിടക്കുന്നത് അല്ലേ? 2x എന്ന് പറഞ്ഞാൽ എന്താ? 2 × x. അപ്പുറത്തേക്ക് പോകുമ്പോൾ എന്താവും? 2 30/2. അപ്പോൾ അതെന്തായി? 15 അല്ലേ? അപ്പോൾ നമുക്ക് എക്സിൻ്റെ വാല്യൂ എന്ത് കിട്ടി? 15 എന്ന് കിട്ടി. ഓക്കെ, എക്സിൻ്റെ വാല്യൂ നമുക്ക് 15. ഇനി നമുക്കിതിൽ ഈ ഫസ്റ്റ് ഇക്വേഷനിൽ ഈ എക്സിൻ്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നമുക്ക് ഈ വൈയുടെ വാല്യൂ കണ്ടുപിടിക്കാം അല്ലേ? ഫസ്റ്റ് ഇക്വേഷൻ എന്താണ്? x + y = 26. ഇതാണ് നമ്മുടെ ഫസ്റ്റ് ഇക്വേഷൻ. എക്സിൻ്റെ വാല്യൂ 15 കിട്ടി. അത് നമുക്ക് ഇവിടെ എക്സിൻ്റെ പൊസിഷനിൽ ഇട്ട് കൊടുക്കാം. സോ
15 പ്ലസ് വൈ ഈസ് ഈക്വൽ ടു 26. അപ്പോൾ ഇവിടെ നിന്ന് വൈ മാത്രം ഇവിടെ നിർത്തുക. ഇവിടെ 15 അങ്ങോട്ട് കൊണ്ടുപോകണം. ഇവിടെ പ്ലസ് 15 ആണ്, അത് അങ്ങോട്ട് പോകുമ്പോൾ മൈനസ് ആവും. അപ്പോൾ 26 മൈനസ് 15 വൈ ഈസ് ഈക്വൽ ടു 11. 26 15 മൈനസ് ചെയ്ത് 11 കിട്ടും അല്ലേ? അപ്പോൾ നമുക്ക് വൈയുടെ വാല്യൂ 11 എന്നും കിട്ടി, എക്സിൻ്റെ വാല്യൂ 15 എന്ന് കിട്ടി. സോ ദ നമ്പേഴ്സ് ആർ, നമുക്ക് ആൻസർ കിട്ടിയല്ലോ, ദ നമ്പേഴ്സ് ആർ 15 ആൻഡ് 11. അതാണ് നമ്മുടെ ഫൈനൽ ആൻസർ. ഓക്കെ, സിമ്പിൾ അല്ലേ ഈ പ്രോബ്ലം? എല്ലാവരും ചെയ്ത് നോക്കാം, ചെയ്ത് പഠിക്കുക. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് മൂന്നാമത്തെ പ്രോബ്ലത്തിലേക്ക് പോകാം. ഓക്കെ, 2 പ്രോബ്ലം നമ്മൾ ചെയ്തു, ഇനി മൂന്നാമത്തെ പ്രോബ്ലം. The perimeter of a rectangle is 40 centimeter and one side is 8 centimeter longer than the other. Calculate the length of the sides. അപ്പോൾ എന്താ പറഞ്ഞിരിക്കുന്നത്? The perimeter of a rectangle is given. What is the perimeter of a rectangle? Here it is 40 centimeter. It is given as 40 centimeter. അപ്പോൾ നമുക്ക് തന്നിരിക്കുന്ന പെരിമീറ്റർ ഓഫ് റെക്റ്റാങ്കിൾ, പെരിമീറ്റർ ഓഫ് റെക്റ്റാങ്കിൾ എത്രയാണ് തന്നിരിക്കുന്നത്? 40 സെൻറ്റിമീറ്റർ. പെരിമീറ്റർ ഓഫ് റെക്റ്റാങ്കിൾ ഈസ് 40 സെൻറ്റിമീറ്റർ. അത് നമുക്ക് തന്നിട്ടുണ്ട്. ഓക്കെ, അടുത്തത് വൺ സൈഡ് ഈസ് 8 സെൻറ്റിമീറ്റർ ലോങ്ങർ ദാൻ ദ അതർ. ഒരു സൈഡ് മറ്റേ സൈഡിനേക്കാളും 8 സെൻറ്റിമീറ്റർ കൂടുതലാണ്. അപ്പോൾ ലെങ്ത് ആണോ ബ്രെഡ്ത്ത് ആണോ കൂടുതൽ? 8 സെൻറ്റിമീറ്റർ കൂടുതൽ എന്ന് പറയുമ്പോൾ ലെങ്ത് ഇസ് ഈക്വൽ ടു ബ്രെഡ്ത്ത് പ്ലസ് 8 അങ്ങനെയായിരിക്കും അല്ലേ? കാരണം ബ്രെഡ്ത്തിനേക്കാളും എപ്പോഴും കൂടുതലായിരിക്കുമല്ലോ ലെങ്ത്ത്. അപ്പോൾ ബ്രെഡ്ത്തിൻ്റെ എത്രയാണ് കൂടുതൽ എന്ന് അവർ പറഞ്ഞിരിക്കുന്നത്? 8 സെൻറ്റിമീറ്റർ. നമ്മുടെ ഫിഗർ ഏതാണ്? റെക്റ്റാങ്കിൾ അല്ലേ? അപ്പോൾ ഒരു റെക്റ്റാങ്കിൾ നമ്മളിങ്ങനെ വരയ്ക്കുകയാണെങ്കിൽ ഇതാണ് ലെങ്ത്ത്, ഇതാണ് ബ്രെഡ്ത്ത് അല്ലേ? അപ്പോൾ ഈ ലെങ്ത്ത് എന്ന് പറയുന്നത് ഈ ബ്രെഡ്ത്തിനേക്കാളും 8 സെൻറ്റിമീറ്റർ കൂടുതലാണെന്ന്. അതായത് ലെങ്ത്ത് എന്ന് പറയുന്നത് ബ്രെഡ്ത്തിൻ്റെ 8 സെൻറ്റിമീറ്റർ കൂടുതലാണ്. ഇതാണ് അവർ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ നിങ്ങൾക്ക് എക്സും വൈ ആയിട്ടാണ് എടുക്കാൻ താല്പര്യമെങ്കിൽ അങ്ങനെ ചെയ്യാം. ഇവിടെ ഞാൻ പെട്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലാവാനായിട്ട് ലെങ്ത്തിനെ എൽ എന്നും ബ്രെഡ്ത്തിനെ ബി എന്നുമാണ് എടുക്കുന്നത്. ഓക്കെ, അപ്പോൾ എക്സും വൈയും ആണ് നിങ്ങൾക്ക് ഉപയോഗിക്കാൻ എളുപ്പം എന്ന് വെച്ചാൽ അങ്ങനെ ചെയ്യാം. അപ്പോൾ നമ്മൾ എടുക്കുന്നത് എന്താണോ അത് ആ വാരിയബിൾ അവിടെ കൊടുത്താൽ മതി. ഓക്കെ, അപ്പോൾ ലെറ്റ് എൽ ബി ദ ലെങ്ത് ആൻഡ് ബി ഈസ് ദ breadth of the rectangle. ഓക്കെ, അപ്പോൾ നമ്മൾ എൽ എന്ന് പറയുന്നത് ലെങ്ത് ആയിട്ടും ബി എന്ന് പറയുന്നത് ബ്രെഡ്ത്ത് ആയിട്ടും എടുക്കുകയാണ്. ഇനി ഇത് തന്നിരിക്കുന്ന കണ്ടീഷൻ പെരിമീറ്റർ ഓഫ് എ റെക്റ്റാങ്കിൾ 40 സെൻറ്റിമീറ്റർ എന്ന് അവർ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അതിൻ്റെ പെരിമീറ്ററിൻ്റെ ഇക്വേഷനൊക്കെ നിങ്ങൾ ചെറിയ ക്ലാസ്സിൽ പഠിച്ചിട്ടുള്ളതാണ് അല്ലേ? എന്താ റെക്റ്റാങ്കിളിൻ്റെ പെരിമീറ്ററിൻ്റെ ഇക്വേഷൻ? ഓർമ്മയില്ലേ നിങ്ങൾക്ക്? 2 × L + B അല്ലേ? അതാണ് പെരിമീറ്റർ ഓഫ് റെക്റ്റാങ്കിൾ. അപ്പോൾ ഇതല്ല നമ്മൾ അവർ തന്നിരിക്കുന്നത് 40 എന്നാണ് അല്ലേ? അപ്പോൾ അതവിടെ ഇട്ട് കൊടുത്തു. അപ്പോൾ പെരിമീറ്റർ ഓഫ് എ റെക്റ്റാങ്കിൾ അതായത് 2 × L + B ഇതാണ് അവർ തന്നിരിക്കുന്നത് 40. അപ്പോൾ അതിന് നമുക്ക് ഇക്വേഷൻ നമ്പർ 1 എന്ന് കൊടുക്കാം. അടുത്തൊരു കണ്ടീഷൻ പറഞ്ഞിരിക്കുന്നത് ലെങ്ത് എന്ന് പറയുന്നത് ബ്രെഡ്ത്തിനേക്കാളും 8 സെൻറ്റിമീറ്റർ കൂടുതലാണെന്നാണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? എൽ എന്ന് പറയുന്നത് ബി + 8 ആണെന്ന് നമുക്ക് ഈ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാം. ഓക്കെ, അപ്പോൾ ആദ്യം നമുക്ക് ഇതൊന്ന് ജസ്റ്റ് സോൾവ് ചെയ്യാം. ആദ്യം നമുക്കിതിന് എൽ + ബി ഇവിടെ നിർത്താം. ഈ 2 ഇവിടെ മൾട്ടിപ്ലിക്കേഷൻ ആയിട്ടല്ലേ എടുക്കുന്നത്. അപ്പോൾ ഇതവിടെ പോകുമ്പോൾ എന്താവും? ബൈ ആവും അല്ലേ? അപ്പോൾ 40/2. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? എൽ + ബി = 20 എന്ന് കിട്ടി. അപ്പോൾ നമ്മുടെ ഇക്വേഷനെ നമ്മളിങ്ങനെ മാറ്റിയെടുത്തു. അപ്പോൾ നമുക്ക് എൽ + ബി = 20. ഈ ഇക്വേഷനെ തന്നെ ഒന്ന് ജസ്റ്റ് ഈ 2നെ അവിടെ കൊണ്ടുപോയി ഡിവൈഡ് ചെയ്ത് ഇങ്ങനെ ആക്കിയതാണ്. ഓക്കെ, അപ്പോൾ ഇതെന്തായി? എൽ + ബി = 20 കിട്ടിയല്ലോ. ഇനി എന്ത് ചെയ്താൽ മതി? ഈ എൽ = ബി + 8 ഇതവിടെ തന്നിരിക്കുന്ന ഒരു കണ്ടീഷനാണ്. ഇതാണ് അവർ തന്നിരിക്കുന്നത് അല്ലേ? വൺ സൈഡ് ഈസ് 8 സെൻറ്റിമീറ്റർ ലോങ്ങർ ദാൻ ദ അതർ.
അതായത് ഈ ബ്രെഡ്ത്ത് ലെങ്ത് എന്ന് പറയുന്നത് ബ്രെഡ്ത്തിൻ്റെ കൂടെ 8 സെൻറ്റിമീറ്റർ കൂട്ടിയതാണ്. അപ്പോൾ നമുക്ക് ഈ ലെങ്ത്തിൻ്റെ അവിടെ നേരത്തെ നമ്മൾ ഫസ്റ്റ് കഴിഞ്ഞ പ്രോബ്ലത്തിൽ ചെയ്ത പോലെ ഈ എല്ലിന് പകരം B+8 എന്ന് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ ഈ ലെങ്ത്ത് എല്ലിന് പകരം ഞാനിവിടെ എന്ത് കൊടുക്കുകയാണ്? കാരണം എല്ല് B+8 ആണല്ലോ, B+8 എന്ന് കൊടുക്കുന്നു. ഈ ബി അതുപോലെ തന്നെ ഇടാം, അത് ചേഞ്ച് ഒന്നുമില്ല. =20. ഓക്കെ, ഇനി ഇത് ആഡ് ചെയ്യാം. ബ്രാക്കറ്റിൻ്റെ ആവശ്യമൊന്നുമില്ല കാരണം ഇവിടെ പ്ലസ് അല്ലേ എല്ലാം. അപ്പോൾ 20 ഇതെന്താ? B+B 2B + 8 = 20. 2B ഇവിടെ നിർത്തുക, +8 അവിടെ പോകുമ്പോൾ എന്താവും? -8. 2B = 20 8 പോയാൽ 12 അല്ലേ? B = ഈ 2 ഇവിടെ ഇൻറ്റു ആയിട്ട് തന്നെ കിടക്കുന്നത്. 2B എന്ന് പറയുമ്പോൾ അതവിടെ പോകുമ്പോൾ /2 ആവും അല്ലേ? അപ്പോൾ 6. ഓക്കെ, ഇനി നമുക്ക് ലെങ്ത്ത് കണ്ടുപിടിക്കാം. ലെങ്ത്ത് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? ഇതിലിട്ട് കൊടുത്താൽ പോരെ. ലെങ്ത്ത് എന്ന് പറയുന്നത് B+8 ആണ് അല്ലേ? അപ്പോൾ ലെങ്ത്ത് = ബിയുടെ വാല്യൂ 6 ആണ്. ആ 6 അവിടെ നമ്മൾ കൊടുക്കുന്നു, 8 അങ്ങനെ തന്നെ ഇടുന്നു. അപ്പോൾ L = 6 + 8 ദാറ്റ് ഈസ് = 14 സെൻറ്റിമീറ്റർ. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? ലെങ്ത്ത് 14 സെൻറ്റിമീറ്റർ ആൻഡ് ബ്രെഡ്ത്ത് ഓഫ് ദ റെക്റ്റാങ്കിൾ 6 സെൻറ്റിമീറ്റർ. ഓക്കെ, നമുക്ക് അവസാനം ലെങ്ത്തും ബ്രെഡ്ത്തും നമ്മൾ കണ്ടുപിടിച്ചു. ഇതുപോലെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ലെങ്ത്തും ബ്രെഡ്ത്ത് എല്ലും ബിയും പകരം നമുക്ക് എക്സും വൈ ഇട്ട് ചെയ്യാം. ഏതായാലും കുഴപ്പമില്ല, മെത്തേഡൊക്കെ സെയിം ആണ്. ഇതുപോലെ ചെയ്ത് നമുക്ക് സിമ്പിളായിട്ട് ഈ പ്രോബ്ലം സോൾവ് ചെയ്യാൻ പറ്റും. എല്ലാവരും ചെയ്ത് നോക്കാം. ഓക്കെ.